എടവണ്ണ പ്രൈസ്വിൽ പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടവും സ്വിമ്മിംഗ് പൂളും ഉദ്ഘാടനം ചെയ്തു. ഏറനാട് എം.എൽ.എ. പി.കെ. ബഷീറും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അഭിലാഷും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നടത്തിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏറനാട് എം.എൽ.എ. പി.കെ. ബഷീർ നിർവഹിച്ചു. സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. അഭിലാഷും നിർവഹിച്ചു. 20 കൊല്ലം മുമ്പ് കേവലം 30 കുട്ടികളുമായി എടവണ്ണയിലെ കുന്നുമ്മൽ തുടങ്ങിയ ഒരു സ്കൂളാണ് ഈ പ്രൈസ്വിൽ പബ്ലിക് സ്കൂൾ. അവിടുന്ന് അങ്ങോട്ട് ഈ സ്കൂളിന്റെ വളർച്ച വരികയും 2008 ഇവിടേക്ക് ഈ സ്കൂൾ മാറുമ്പോൾ ഇവിടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സ്കൂൾ ഒരു വളർച്ചയുടെ ഒരു പാതയിലായി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇതിനുണ്ടായിരുന്നു. പരിചയപ്പെടുത്തിയ ആളുകൾ ആദ്യഘട്ടത്തിൽ ഇവിടെ 3 കുട്ടികൾ സംസാരിച്ചു. അവരൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഈ വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ ഗുണമേന്മയും നിലവാരം തന്നെയാണ് തെളിയിക്കുന്നത്. ഏതാനും സ്കൂളിൽ നന്നായി 12 ക്ലാസ് മുമ്പ് ഒരു സ്വിമ്മിംഗ് പൂൾ ചാലിയാറിൻ്റെ മുമ്പിലാണ് സ്വിമ്മിംഗ് പൂൾ അറിയങ്ങൾ. ഞാൻ പയ്യന് കുറിച്ചുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പരിചയമല്ലോ മണലൊക്കെ എടുത്തിട്ട് ഉയ്യൊക്കെ ആയിട്ട് ഇപ്പം ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും അതിനൊരു മക്കൾക്ക് സുരക്ഷ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടാക്കിയത്. അതിന് മുന്നോട്ട് വന്ന മാനേജിംഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും പഴയതും അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയതുമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പ്രൈസ്വിൽ. സാധാരണ തുടങ്ങി 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം പല സ്കൂളുകളും നിർത്തുന്ന സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായി ഓരോ വർഷവും അതിലെ വിദ്യാർത്ഥികളെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട്, സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, അക്കാദമിക നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ഈ പ്രൈസ്വില്ലിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതിന് ഈ മാനേജ്മെന്റ് കമ്മിറ്റിയെ, ഇതിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് നസ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ജുബൈറിയ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഷാജഹാൻ, സ്കൂൾ സെക്രട്ടറി ഇസ്മായിൽ, ട്രഷറർ എടപ്പറ്റ ഇബ്രാഹിം, PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ പറയാൻ ഒരു മിനിറ്റ് ഞാൻ ഉപയോഗിക്കുകയാണ്. മറ്റൊന്നുമില്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഈ എടവണ്ണ പഞ്ചായത്തിലെ 10ാം ക്ലാസ്സൊക്കെ പാസ്സായ കുട്ടികളെ ആദരിക്കുമ്പോൾ ഞങ്ങളെ കുട്ടികളെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതി നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. കാരണം ഈ കുട്ടികൾ ചെയ്ത ഒരേ തെറ്റ് അവർ സിലബസ് CBSE തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ CBSE എന്നുള്ള സിലബസ് തിരഞ്ഞെടുത്തതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പഠിച്ച് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ 2ാം തരം പൗരന്മാരാക്കി അവഗണിക്കാൻ പാടുള്ളതല്ല. ഇനിയെങ്കിലും നിങ്ങൾ പഞ്ചായത്ത് നമ്മുടെ കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിൽ നിങ്ങൾ അവരെ അനുമോദിക്കുമ്പോൾ നമ്മുടെ CBSEയിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന വിനീതമായ ഒരു അപേക്ഷ, ഞങ്ങളുടെ കുട്ടികളുടെ ചെറിയ പരാതികൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർക്കും ചിലത് പറയാനുണ്ടാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. എന്നാലും